പോട്ടെ. നാളെ വരാം കേട്ടോ. അതുൽ ഭായ് ഉണ്ടേ. ലിയോന് ശങ്കടായോ ലിയോന്? എന്തിനാ ശങ്കടാവുന്നത്? നാളെ വരില്ലേ? നാളെ വരൂ കേട്ടോ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ ലിയോ ലാവിനെ ഭദ്രമായിട്ട് അഹദുൽ ഭായിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഒരു യാത്ര പോവാണ്. വെറും ഒരു ദിവസത്തെ യാത്ര. ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരും. മെയിനായിട്ടുള്ള ഉദ്ദേശം ഗുരുവായൂർ പോകണം. ഒരുപാട് നാളായി ഗുരുവായൂർ പോയിട്ട്. പോകുന്ന വഴിയിൽ വേറെ 2 അമ്പലത്തിൽ കയറാനുണ്ട്. ആ അമ്പലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വഴിയേ പറയാം. നിങ്ങളെല്ലാവരും കേട്ട് പരിചയമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പം നമ്മളൊരു രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോയിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളും കൂടി ഞങ്ങളുടെ ട്രിപ്പിലുണ്ട് കേട്ടോ. രാജേഷ് ഏട്ടൻ ഞങ്ങളുടെ സാരഥിയാണ്. എവിടെ പോയാലും രാജേഷ് ഏട്ടൻ ഇല്ലാതെ ഞങ്ങൾ പോവാറില്ല. അപ്പോൾ വീഡിയോ എടുക്കല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എടുത്തേ പറ്റുമെന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഞാനും രാജേഷ് ഏട്ടനും കൂടി ഒരുമിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അതായത് ഒരാളൊരു കടലിൽ പെട്ടുപോയി. അയാൾക്ക് കടലിൽ നിന്ന് രക്ഷപ്പെടണം, തിരിച്ച് കരയിലോട്ട് വരണം. അയാളെ കയ്യിൽ ആകെ ഒരു 4G ഉണ്ട്, ഒരു 5G ഉണ്ട്. എങ്ങനെ അയാള് രക്ഷപ്പെടും? സിമ്മ് മാത്രം കയ്യിലുണ്ട്. ഒരു 4Gന്റെ സിമ്മും ഒരു 5Gന്റെ സിമ്മും. അയാളെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ അയാൾ രക്ഷപ്പെടും? ഇതിലപ്പുറം ഒന്നും തരാൻ പറ്റില്ല. ഉത്തരം പറയട്ടെ. അയാളുടെ കയ്യില് 5G ഉണ്ട്, 4G ഉണ്ട്. 5Gന്ന് 4G പോയാ 1G. ആ വഞ്ചിയിൽ കയറി വരാലോ. 1G കയറിയിട്ട് അയാള് വരില്ലേ? മിക്കവാറും യാത്ര ഇവിടെ അവസാനിക്കുന്നത്. ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റൂ? നമ്മളൊരു ലെവലുണ്ട്. അവിടുന്ന് എവിടം വരെയൊക്കെയാ പോകുന്നത്? ഇതാണ് രാജേഷ് ഏട്ടൻ്റെ അവസ്ഥ. പാവല്ലേ. അങ്ങനെ നമ്മൾ പറഞ്ഞതേ പാലം കയറിയ സമയത്ത് തൃപ്രയാർ അമ്പലം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഞാൻ ഈ അമ്പലം കാണുന്നത്. അങ്ങനെ നമ്മൾ പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ദേവസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ കണ്ട് അത്രയും ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു. ഇവിടെ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമെന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ എത്തി നോക്കിയപ്പം പറയാതിരിക്കാൻ പറ്റില്ല, വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. കുറേ സമയം നമ്മൾ അമ്പലത്തിൽ ചിലവഴിച്ചു. ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കാണാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രവും. അപ്പോൾ അവിടെയും കൂടി നമ്മൾ കയറി. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് കാലൊന്നും നിലത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ്. ഇവിടെയും നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇനി എവിടെയും സ്റ്റോപ്പില്ല, നേരെ നമ്മൾ ഗുരുവായൂരോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഉച്ചയോടുകൂടി വനമാലയിൽ എത്തിയിട്ടുണ്ട്. ഗോകുലം വനമാല അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കാറുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് ലഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് തീരുമാനിച്ചു. രാജേഷ് ഏട്ടൻ വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. നേരെ റൂമിലോട്ട് പോയി. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ റൂം വരുന്നത്. ഹോട്ടലിൽ നിന്ന് ഒന്ന് മാറി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ റൂമുള്ളത്. ഇത് സ്യൂട്ട് റൂമാണ്. അതുകൊണ്ട് കുറച്ചും കൂടി പ്രൈവസി നമുക്ക് ഉണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ഫുഡെല്ലാം ഇവിടെ ഓർഡർ ചെയ്താണ് കഴിച്ചത്. ഇത്രയും സൗകര്യത്തിൽ നമുക്കൊരു റൂം കിട്ടുമ്പം വെറുതെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വെയിറ്റ് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാ ഫുഡും ഇവിടെ തന്നെ ഓർഡർ ചെയ്തു. പിന്നെ വനമാലയിലെ ഈ ഹോട്ടലിനാണെങ്കിലും ഈ റൂമിനാണെങ്കിലും ഒക്കെ നമ്മുടെ ഫാമിലിയായിട്ട് ചെറിയൊരു റിലേഷനൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഹോട്ടലിലാണ്. രോഹിത്തിൻ്റെ ചോറൂണിൻ്റെ ടൈമിൽ ഇതേപോലെ ഈ ഒരു സ്യൂട്ട് റൂമിലാണ് ഇവർ താമസിച്ചത്. അപ്പോൾ ആ കഥകളൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് വൈകിട്ട് നാലമ്പലത്തിനുള്ളിൽ കയറി ഭഗവാനെ നല്ല പോലെ തൊഴുതു. തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും തിരക്ക് കുറച്ചുകൂടി
കൂടി. കാരണം ഏകാദശി വിളക്കൊക്കെ ആയിരുന്നു. അപ്പം നാലമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റില്ല. അമ്പലത്തിനുള്ളിൽ നമ്മൾ കുറേ സമയം ഇരുന്നു. ആകെയുള്ളൊരു സങ്കടം, നിങ്ങൾക്ക് ഗുരുവായൂരിലെ വിഷ്വൽസ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഹൈക്കോടതിയുടെ പുതിയ നിയമപ്രകാരം നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ല. വെഡ്ഡിങ്കാർക്ക് കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അഹദിൽ ബായും ലിയോ ലാവിയും വൻ ബിസി. ഞങ്ങളെ 3 പേരും മൈൻഡ് ചെയ്യുന്നില്ല. ആ ലാവിനൊക്കെ നോക്കിയേ, എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ എത്ര തവണ ലാവി ലാവി എന്ന് വിളിച്ചു എന്നറിയോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെയാണിത്. ഇന്ന് അഹദുൽ ബായി പോകുന്ന ദിവസമാണ്. ഇപ്പോഴും ലിയോ ലാവിക്ക് ഞങ്ങളെ ഒരു മൈൻഡും ഇല്ല. അഹദുൽ ബായി വരാനായിട്ട് കാത്തിരിക്കുകയാണ്. 2 പേർക്കും എന്നൊരു മൈൻഡില്ല. എന്നെ മാത്രമല്ല, അമ്മേനെ മൈൻഡില്ല, രോഹിത്തിനെ മൈൻഡില്ല. ഒരു ദിവസം പോയിട്ട് ഇങ്ങനെ. ഏത് ലാവി? ഇപ്പൊ അഹദുൽ ബായ് വന്ന അഹദുൽ ബായിന്റെ കൂടെ ഇരിക്കും. വന്നത് തന്നെ. അഹദുൽ ബായ് ഇപ്പൊ വരണ്ട, ഇങ്ങോട്ട് വരണ്ട. ലിയോ കാത്തു നിൽക്കുന്നുണ്ട്, വരണ്ട ഇങ്ങോട്ട്. വരണ്ട അഹദുൽ ബായ് വരണ്ട. അങ്ങനെ പറ്റില്ലല്ലോ. എന്നെ മൈൻഡ് ചെയ്തിട്ട് നീ അഹദുൽ ബായിനെ മൈൻഡ് ചെയ്താൽ മതി. അവിടെ ഒന്നുമില്ല അഹദുൽ ബായ്, അവിടെ ഒന്നുമില്ല. അമ്മോ, ഇങ്ങനെ ഉണ്ടാവുമോ? ആൾക്കാർ മാറുമോ? ഇങ്ങനെയൊക്കെ മാറുമോ? എടാ ലിയോ, എന്നെ നോക്കടാ. ആ ബിസ്ക്കറ്റ് ഇപ്പൊ വേണ്ട. ആ പോവാ, അഹദുൽ ബായ് പോവാ. പറഞ്ഞിട്ട് തീരെ കേക്കാത്തതാരാ? ലിയോ അല്ലേ? ആ വെച്ചിട്ടുണ്ടടാ. ഇതോ അല്ലേ? ലാവി പാവാ? ആ ആ ആ അഹദുൽ ബായ് പോവാണ്. ആ അയ്യയ്യയ്യേ, സങ്കടായി. എന്തിന്? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? ലിയോ പോയി. ബൈ.